അത് പറയാതിരിക്കാൻ വയ്യ. എന്താ ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയാൽ അത് കാണാൻ തന്നെ ഞാൻ അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഭയങ്കര ഓക്വേർഡായിട്ട് ഞാൻ ഫസ്റ്റായിട്ട് ഇങ്ങനെ കാണുന്ന സംഭവമല്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ പേര്, ക്യാപ്സ നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. നല്ലതാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇതിലേക്കൂടെ പോകുന്നെങ്കിൽ കഴിച്ചോളൂ. സാധാരണ നമ്മൾ സൗത്ത് ഇന്ത്യൻ ഫുഡിനെ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് ബെറ്റർ. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പെരക്ക നിറഞ്ഞു. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണ്. അങ്ങനെ പോകുമ്പോൾ സ്പോട്ടിൽ കണ്ടു ഇതേ നമ്മൾ കേരളത്തിലാണെങ്കിലും തമിഴ്നാടാണെങ്കിലും നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളില്ലേ, ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഹേർട്ട് ആവാറുണ്ട്. കാരണം നമ്മൾ തന്നെ വിചാരിച്ചാൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ സോൾവ് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ വീണ്ടും ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കും. സോ അത് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാതെ എനിക്ക് പറയാനുള്ളൂ. ഭയങ്കര വിഷമാണത്. അങ്ങനെ പോകുമ്പോൾ ഇതേ കാഴ്ചകളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് പള്ളി എത്താറായി. ഇതേതോ സ്കൂളോ ഹോസ്പിറ്റലോ എങ്ങാണ്ടാണ്. ഇവിടുത്തെ സ്കൂളും ഹോസ്പിറ്റലൊക്കെ പറയാതിരിക്കാൻ വയ്യ, അത്രയും വലുതാണ്. അതുപോലെ തന്നെ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനത്തെ കൗസും ബുഫലോസും ഒക്കെ ഇങ്ങനെ മേയുന്ന റോഡിലാണ് കേട്ടോ മേയുന്നത്. അതുപോലെ തന്നെ ഡോങ്കീസിനെ കാണാം. അങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് ഇതേ കണ്ടില്ലേ കൗസൊക്കെ കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോവാണ് കേട്ടോ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഫുഡ് അടിയും ഫുള്ള് വഴിയിലെ കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അത് കമൻറ്റ് ചെയ്ത് ഇതാ ഞാൻ പറഞ്ഞ ബസ് സ്റ്റോപ്പ് കേട്ടോ. ഭയങ്കര ഇങ്ങനത്തെ കുറേ ബസ് സ്റ്റോപ്പ്സ് ഉണ്ട്. ഇത് മാത്രമല്ല, അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിൽ അറീവായിട്ടുണ്ട്. ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പള്ളിയുടെ ഒരു എൻട്രൻസ് കേട്ടോ, മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പോകണം. ദേ ഇങ്ങനെ കണ്ടില്ലേ ഒരു ആൻറ്റിയെ കണ്ടില്ലേ, അവിടുത്തെ തീർത്ഥാടകരാണ് കേട്ടോ. നമ്മളിങ്ങനത്തെ തമിഴ്നാട് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പിൽഗ്രിം സെൻറ്റേഴ്സിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ അധികം കണ്ടിട്ടില്ല ഇതുപോലുള്ള ആൾക്കാരെ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ പള്ളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. ഭയങ്കര ഒരു സിറീനായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റും ഒരു അറ്റ്മോസ്ഫിയറും ആയിരുന്നു ആ ഒരു മോസ്കിന് ചുറ്റുമായിട്ടുള്ളത്. ഈ പള്ളിയുടെ ഹിസ്റ്ററിയൊക്കെ റെസ്പോൺസിബിളായിട്ടുള്ള ആൾ തന്നെ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ, നിങ്ങൾ കാണുക. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതാണ് ഒരു പള്ളിയുടെ ഒരു അത്യാവശ്യം വലിയ പള്ളിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അധികം ആരും ഇവിടെ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് മറ്റേ പള്ളിയിൽ ഇങ്ങനത്തേക്കുള്ള ആൾക്കാർ പിൽഗ്രിമിനൊക്കെ വരാറുണ്ട് എന്നാണ് പറഞ്ഞത്. മലപ്പുറത്തു നിന്നും കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെ ആൾക്കാർ വരാറുണ്ട് എന്നാണ് പറഞ്ഞത്.